നല്ല പടം, നല്ല ഫീൽ ഗുഡ് ആണ്. കുറെ നാളത്തെ ശേഷം എനിക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് ആയി. അത് രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. എനിക്ക് വർക്കായി. സംഗീതവും ലാലേട്ടനുള്ള കോമ്പിനേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ, പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് മനസ്സിന് നല്ല ഇമോഷൻ ആയി. കണക്റ്റായി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ, ആ ഒരു പോകുന്ന സമയത്ത് ഞാൻ മമ്മൂക്ക ആയിരിക്കും കേണൽന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അതെ അല്ലെ. ഇനി ലോക കാണും, എല്ലാം കാണും. ഹൃദയത്തിൽ ഇറങ്ങിയ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഓണം തൂക്കുന്ന ഡേവിസ് ഒക്കെ അടിപൊളിയായിരുന്നു. കോമഡി ഒക്കെ കോമ്പോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോമഡി ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് ഉള്ള പടം. കുറച്ച് റീസെന്റ് ആയിട്ട് അറിയാൻ ഒരു പടം. ലാലേട്ടൻ കൊണ്ടുപോകുന്നു വിചാരിക്കുന്നു. നല്ല ഫാമിലി സബ്ജക്ട്, സൂപ്പറാണ്. സൂപ്പറാണ്, ഒന്നും പറയാം, അടിപൊളിയാണ്. രണ്ടുപേരുടെ കോംബോ നല്ല വർക്കൗട്ടായി. ലാലേട്ടൻ സംഗീതത്തിന്റെ കോംബോ അടിപൊളിയാണ്. പിന്നെ എല്ലാരും നല്ലതാണ്. വളരെ ചെറിയൊരു കഥ, പക്ഷെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ഇമോഷണൽ ആയിട്ടുള്ളൂ. അതേപോലെ ഫസ്റ്റ് ഹാഫ് ഫുള്ളും നമുക്ക് നല്ലകൂടി ചിരിക്കാനുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. നല്ല രീതിയിൽ എടുത്തേക്കുന്നത്. അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കോമഡി, സെക്കൻഡ് ഹാഫ് ഇമോഷണലി ടച്ചിങ് ഫീലിംഗ് ഉണ്ട്. ഒരു ഹൃദയപൂർവ്വം പറയുന്ന നല്ല ഹൃദയത്തിൽ അപൂർവമായ സന്തോഷം വന്നു. അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിന് അതിലേക്ക് ചില ആക്ഷൻ സീൻസിന് കോമഡി ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അത് അടിപൊളിയാണ്. അത് ചിരിക്കാനുള്ള രസമുണ്ട്. അത് നല്ല ഓർമ്മയാണ്. അത് അടിപൊളി ഓർമ്മയാണ്. അത് ഇനി സിനിമ വരുന്ന ഉറപ്പാണ്. മേക്കിംഗ് അടിപൊളിയാണല്ല, എല്ലാം അടിപൊളിയാണ്. ഇത് ഓൺലൈനായിട്ട് ചിലപ്പോ തൂക്കും, ചിലപ്പോ തൂക്കില്ല. ലോകയ്ക്ക് എന്താന്ന് അറിയില്ല, പക്ഷെ തൂക്കാൻ ചാൻസ് ഉണ്ട്. നല്ല റിവ്യൂ കൂടി കിട്ടുവാണെങ്കിൽ എന്തായാലും തൂക്കില്ല. ലോകയ്ക്ക് അത് അടുത്തോലെ എത്താൻ പറ്റൂല, അത് ഉറപ്പാണ്. പിന്നെ അടിപൊളി സ്ക്രിപ്റ്റ് ആണ്. ബലമുണ്ട്, സ്ക്രിപ്റ്റിന് ബലം കൂടിയുണ്ട്. ഫാമിലികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. 2 പ്രാവശ്യം കൂടി കാണാൻ പറ്റുന്നതാണ്. ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. ഇപ്പൊ ആക്ടിങ് നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും, ഇപ്പൊ നമ്മുടെ മോഹൻലാലിന്റെ ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും എല്ലാവരുടെ ആക്ടിങ് വാസ് ലൈക്ക് സൂപ്പർ. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാം. ഇറ്റ് ഈസ് ലൈക്ക് അതിന്റെ ഒരു ശേഷം ഒരു ടച്ച് ചെയ്തൊരു മൂവി എന്ന് പറയാം. സംതിങ് ലൈക്ക് മനസ്സ് ടച്ച് ചെയ്തൊരു ഫിലിം എന്ന് പറയാം. ലൈക്ക് എല്ലാ ഇമോഷൻസിനകത്ത് കാണാൻ പറ്റിയായിരുന്നു. കോമഡി, ഹാപ്പിനെസ്, പിന്നെ എന്താ ഈ പറയുന്ന പോലെ ആക്ഷൻ, എവറിത്തിങ് വാസ് ഒരു പവർ പാക്ക് പടം എന്ന് പറയാം. സോ ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. 10 out of 10 എന്ന് പറയാം. ഓണത്തിന് തൂക്കിയെന്ന് ഞാൻ പറയും. കാരണം ദിസ് ഫിലിം വിൽ ബി വൺ ഓഫ് ദ എന്താ പറയാ, ഓണത്തിനൊരു ബെസ്റ്റ്. എല്ലാം ഞാൻ പറയാം, ഇത് എല്ലാ ഫാമിലി എന്റർടൈനർ തന്നെയാണിത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പേഴ്സണൽ ഫീഡ്ബാക്ക് ഇതാണ്. ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. നല്ലൊരു പടമായിരുന്നു. ഐ വുഡ് റേറ്റ് 10 of 10 ബിക്കോസ് ആക്ടിങ്ങും എല്ലാത്തിലും ഓൾ സൂപ്പർ. അവസാനം തന്നെ ആ ഒരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി അത് അങ്ങനെ ആ ഒരു നിങ്ങളത് കാണണം, പടം നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടോട്ടലി വർത്ത് ഇറ്റ് മൂവി എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. പടം നല്ലായിരുന്നു, നല്ല രസമായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയ പടം. അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡ് തന്നെ. ഫുൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ കോമഡി. ചിരിച്ചിരിച്ച് നമുക്ക് എന്താ പറയാ. അടിപൊളി, നല്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് ആ ലാസ്റ്റ് സീക്വൻസ് കുറച്ച് നല്ല രീതിയിലേക്ക് ഇമോഷണൽ ആയിരുന്നു. പിന്നെ ഫുൾ ചിരി. അതറിയില്ല, ഞാനിപ്പോ 2ാമതൊരു പടം കൂടി കാണണ്ട, അതുകുറിച്ച് കണ്ടിട്ട് പറയാം. നമുക്ക് ധൈര്യമായിട്ട് വന്നിരുന്നാണ്, ഒരു കുഴപ്പമില്ല.